ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ തണുപ്പ് സമയത്ത് ശരീരത്തിന് നല്ലതാണ് ഈ കഞ്ഞി. കർക്കിടക മാസമൊക്കെ അല്ലേ, ആകുമ്പോൾ ഉണ്ടാക്കി നോക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതിനാദ്യം തന്നെ നമ്മൾ ദശപുഷ്പം 10 പറിച്ചെടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ദശപുഷ്പം നോക്കിയാലോ. മുക്കുറ്റി, കറുക, കഞ്ഞുണ്ണി, പൂവാങ്കുറുന്നില, നിലമ്പന, മുയൽച്ചെവിയൻ, ചെറുതാളി, ഒഴിഞ്ഞ, ചെറുള, കൃഷ്ണകാന്തി ഇവയാണ് കേട്ടോ ദശപുഷ്പം. ഇത് കൂടാതെ നമുക്ക് തൊടിയിൽ നിന്നും കിട്ടുന്ന മറ്റ് ഔഷധച്ചെടികൾ കൊടുക്കാം കേട്ടോ. എനിക്ക് കിട്ടിയ ഔഷധച്ചെടികളൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുത്തുള് അല്ലെങ്കിൽ കൊടങ്ങൽ എന്ന് പറയും. പിന്നെ കീഴാർനെല്ലി, ആനച്ചുവടി, ചെറുകർലാടി, പനിക്കൂർക്ക, ആടലോടകം, തൊട്ടാവാടി, പുളിയാറില, തുളസി, തുമ്പ എന്നിവയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം കുതിർത്ത് വെച്ച നവരരിയും ചെറുപയറും ഉലുവയും വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നാളികേരപ്പാലിൻ്റെ ആവശ്യത്തിന് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കുക. ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ജീരകവും ചതച്ചെടുത്തു കേട്ടോ നാളികേരപ്പാലിന് പിഴിഞ്ഞ സമയത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ പറിച്ചെടുത്ത ഔഷധങ്ങളില്ലേ, അത് നന്നായി കഴുകി ചതച്ച് നീര് പിഴിഞ്ഞെടുത്ത് ഈ വേവിക്കാനുള്ള അരിയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ കിടന്നിട്ട് വേണം കേട്ടോ ഇനി അരി വേവാൻ. അങ്ങനെ നന്നായി തിളച്ച് മറിഞ്ഞ് വെന്ത് വരണം. എന്താ ഭംഗിയില്ലേ തിളച്ച് വരുന്നത് കാണാൻ. പക്ഷേ ഈ തിളച്ച് പോകരുത് കേട്ടോ പുറത്തേക്ക്. ആ ഔഷധക്കൂട്ട് പുറത്ത് പോവാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവണം കേട്ടോ. അങ്ങനെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഉണ്ടാക്കി വെച്ച നാളികേരപ്പാലില്ലേ അത് ആ വെന്ത കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. പക്ഷെ ഇതിൻ്റെ ഗുണം വളരെ വലുതാട്ടോ. ഞാനിത് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മക്കൾ നേരത്തെ കാലത്ത് ചോദിച്ചു, അമ്മ ഔഷധക്കഞ്ഞി ഉണ്ടാക്കണില്ലേ എന്ന്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.